വിരാട് കോഹ്ലിയും രുദ്രാജ് ഗെയ്ക്വാദും സെഞ്ചുറി തികച്ച മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. രണ്ടാം ഏകദിനത്തിൽ നിശ്ചിത 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 358 റൺസ് എടുത്തു. മൂന്നാം വിക്കറ്റിൽ 195 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയ കോഹ്ലിയും ഗെയ്ക്വാദുമാണ് ഇന്ത്യൻ ഇന്നിംഗ്സിനെ കരുത്തായത്. ഗെയ്ക്വാദ് 105 റൺസും കോഹ്ലി 102 റൺസും എടുത്ത് പുറത്തായി. ക്യാപ്റ്റൻ KL രാഹുൽ 66 റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ജയിച്ച ഇന്ത്യക്ക് ഇന്ന് ജയിക്കാനായാൽ പരമ്പര സ്വന്തമാക്കാം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടേത് ഭേദപ്പെട്ട തുടക്കമായിരുന്നു. രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ശ്രദ്ധയോടെയാണ് ദക്ഷിണാഫ്രിക്കൻ ബൗളർമാരെ നേരിട്ടത്. 4 ഓവറിൽ ടീം 28 റൺസ് എടുത്തു. നാന്ദ്ര ബാൾഗർ എറിഞ്ഞ 5-ാമത്തെ ഓവറിൽ ആദ്യ 3 പന്തുകൾ രോഹിത് 4 അടിച്ചു. എന്നാൽ 5-ാം പന്തിൽ താരം പുറത്തായി. 8 പന്തിൽ നിന്ന് 14 റൺസ് എടുത്താണ് രോഹിത് മടങ്ങിയത്. പിന്നാലെ ജയ്സ്വാളും കൂടാരം കയറിയതോടെ ടീം 2 വിക്കറ്റ് നഷ്ടത്തിൽ 62 റൺസ് എന്ന നിലയിലായി. എന്നാൽ 3-ാം വിക്കറ്റിൽ വിരാട് കോഹ്ലിയും രുദ്രാജ് ഗെയ്ക്വാദും ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിച്ചു. ഇരുവരും പ്രോട്ടീസ് ബൗളർമാർക്ക് പിടികൊടുക്കാതെ ബാറ്റെന്തി. അതോടെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക് നീങ്ങി. 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 121 റൺസ് എന്ന നിലയിലായിരുന്നു ടീം. പിന്നാലെ ബൗണ്ടറികളുമായി കളം നിറഞ്ഞതോടെ താരങ്ങൾ അർദ്ധ സെഞ്ചുറിയും തികച്ചു. ആദ്യം ഗെയ്ക്വാദും തൊട്ടു പിന്നാലെ കോഹ്ലിയും 50 റൺസ് തികച്ചതോടെ ടീം 150 കടന്നു. പിന്നീട് ഓരോ ഓവറിലും കൃത്യമായി റൺ റേറ്റോടെ ഇന്ത്യ മുന്നോട്ടേക്ക് കുതിച്ചു. 30-ാം ഓവറിൽ സ്കോർ 200 കടക്കുകയും ചെയ്തു. അടിച്ചു കളിച്ച ഗെയ്ക്വാദ് വൈകാതെ സെഞ്ചുറി തികച്ചു. 77 പന്തിൽ നിന്നാണ് താരം 3 അക്കം തൊട്ടത്. എന്നാൽ 105 റൺസിൽ ഗെയ്ക്വാദ് കൂടാരം കയറി. ട്രാക്ക് മാറ്റി കളിച്ച കോഹ്ലി 4കളും 6കളും കൊണ്ട് അതിവേഗം സ്കോർ ഉയർത്തി. പിന്നാലെ കോഹ്ലിയുടെ സെഞ്ചുറിയും എത്തി. ഏകദിന ക്രിക്കറ്റിലെ 53-ാമത്തെ സെഞ്ചുറിയാണ് കോഹ്ലിയുടേത്. കോഹ്ലിയും ഗെയ്ക്വാദും പുറത്തായതോടെ ഇന്ത്യ 184-ന് 4 എന്ന നിലയിലായി. 1 റണ്ണെടുത്ത വാഷിംഗ്ടൺ സുന്ദർ റണ്ണൌട്ടായി. എന്നാൽ 6-ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ രാഹുലും രവീന്ദ്ര ജഡേജയും ചേർന്ന് സ്കോർ 300 കടത്തി. ജഡേജയെ ഒരു വശത്ത് നിർത്തി രാഹുൽ പ്രോട്ടീസ് ബൗളർമാരെ തകർത്തടിച്ചു. 33 പന്തിൽ ഇന്ത്യൻ നായകൻ അർദ്ധ സെഞ്ചുറിയും തികച്ചു. അവസാന ഓവറുകളിൽ രാഹുൽ വെടിക്കെട്ട് നടത്തിയതോടെ ടീം 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 358-ലെത്തി. രാഹുൽ 43 പന്തിൽ നിന്ന് 66 റൺസ് എടുത്തും ജഡേജ 24 റൺസ് എടുത്തും പുറത്താവാതെ നിന്നു.